എടാ ഞാനൊരു പടം കണ്ടു, കാട്ടിൽ കാട്ടവരാ. നീ ഓവറായിട്ട് അടിക്കല്ലേ. ജംഗിൾ ബുക്ക് എന്ത് പടമാടാ അത്? ഗോഡ് ഫാദർ, ഓ എന്നാ പടമാടാ അത്. 400 ദിവസമല്ലേ ഓടിയത്, ക്ലാസ് കിട്ടായിരുന്നു. കുറച്ചാൾ മുമ്പ് റീ റിലീസ് ഉണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടതല്ലേ. പോരാ, ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷെ മറ്റേ പടം, അതിന്റെ പേര് ഒരു ബുക്ക് ഷെൽഫിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുന്ന അനിയത്തിപ്രാവ്. അല്ല അല്ല അല്ല, കൊടുത്തുടൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ നടക്കുന്ന ഇങ്ങനെ ഒരു പടം ഉണ്ടല്ലോ. ഏത്? അതന്നെ മറ്റേ ടുൺ 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 ടുൺ. അതന്നെ അതന്നെ അതന്നെ. ഇൻട്രസ്റ്റ് ഇല്ല, കളഞ്ഞിട്ട് പോടെ. നീ ഇതെവിടെ കാണണ? ഇതൊക്കെ വീട്ടില് ടിവിയില്. എന്തിന് ഇതൊക്കെ കാണണ? മച്ചാൻ ഇതൊക്കെ കാണാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അങ്ങനെ അല്ലടാ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടല്ലോ. നീ ഇത് കണ്ടിട്ട് വഷളായി പോലും. നീ വലിയ വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ്, മനസ്സിലായോ? ആ നീ വാ, കാര്യം ഞാൻ പറഞ്ഞുതരാം. എടാ ഈ ലോക സിനിമ ഉണ്ടല്ലോ, ഉണ്ട് ഉണ്ട്. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെ. ഞാൻ ചോദിക്കാം, എന്തോ എന്തോ 12 Angry Men or വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനി ഇതാ നിങ്ങളെ ലോക സിനിമ. എടാ ലോക സിനിമ നസ്ലിനും കല്യാണ പ്രിയദർശനൊക്കെ അവനല്ലേ. എടാ ഈ ജെയിംസ് ക്യാമറമാൻ വിയറ്റ്നാം കോളനി കണ്ടിട്ടാണല്ലോ അവതാരം എടുത്തത്, അപ്പൊ അതൊരു ലോക സിനിമയാണല്ലോ. ഡാർക്ക് നൈറ്റ് ഓർ സൂപ്പർമാൻ. സൂപ്പർമാൻ ജാരമേട്ട അഭിനയിച്ച് ഒന്ന് പോടെ ഇറങ്ങി ലോക സിനിമ ഉണ്ടായിക്കൊണ്ട്. എന്നാ നിങ്ങട് നീ വലിയ ആളാവണ്ട, ഞാൻ ചോദിക്കാം നിന്റെ അടുത്ത്. ലാലാ ലാൻഡ് ഓർ ലവ് ഇൻ സിംഗപ്പൂർ. നീ വാ, നീ പോവല്ലേ, നീ വാ, നിന്റെ അടുത്ത് ചോദിക്കട്ടെ. മൈ മിസ്റ്റേക്ക്. ചോദിച്ചു. മിഡ് നൈറ്റ് ഇൻ പാരീസ് ഓർ ചൈന ടൗൺ. ചൈന ടൗൺ. ഏത് ചൈന ടൗൺ? നമ്മളെ ദിലീപ് ഏട്ടനൊക്കെ ഉള്ള. ഏത് പേട്ടൻ? ഇപ്പൊ ലോക സിനിമ ഉണ്ടാക്കാൻ വന്നെങ്കിൽ പോടാ. വെറുതെ എന്റെ കൈക്ക് കാട്ടിൽ കാട്ടവരാതെ കാണാം.